ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾക്ക് പോലും താങ്ങാവുന്നതിനപ്പുറം ചില പരിധികളുണ്ടെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി തെളിയിക്കുന്നു. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഏകദേശം 1400-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചത്. ഈ തുടർച്ചയായ ആക്രമണങ്ങൾ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. കാലങ്ങളായി ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷിത കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ദുബായ് പോലൊരു നഗരം ഇന്ന് യുദ്ധഭീതിയുടെ നിഴലിലാണ്. ഏഷ്യയിലെ മാൻഹാട്ടൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുബായിലെ വമ്പൻ കെട്ടിടങ്ങൾക്കും ആഡംബര ജീവിതത്തിനും നേരെ ഇറാന്റെ സൈനിക നീക്കങ്ങൾ ഉണ്ടായതോടെ വിപണികൾ ആകെയുലഞ്ഞു. നിക്ഷേപകർ തങ്ങളുടെ പണം പിൻവലിക്കാൻ തുടങ്ങുകയും ഓഹരി വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷിത താവളമെന്ന ദുബായിന്റെ പ്രതിച്ഛായക്കേറ്റ ഈ മങ്ങൽ UAE ഭരണകൂടത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ വേഗത്തിൽ ഇത്തരം ഭീതികൾക്ക് സാധിക്കുമെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ബിഗ് ബ്രദർ വാഗ്ദാനവുമായി രംഗത്തെത്തുന്നത്. UAEയുടെ കറൻസിയായ ദിർഹത്തിന്റെ മൂല്യം തകരാതെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഡോളർ സഹായവും കറൻസി സ്വാപ്പ് സൗകര്യങ്ങളും നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചു. ഇത് കേവലം ഒരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയെ വീഴാൻ അനുവദിക്കില്ലെന്ന അമേരിക്കയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. അമേരിക്കയും UAEയും തമ്മിലുള്ള ബന്ധം വെറുമൊരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് $1 ട്രില്യൺ മൂല്യമുള്ള ഒരു വലിയ സാമ്പത്തിക സഖ്യമാണ്. അമേരിക്കയിലെ ഒക്ലഹോമ പോലുള്ള സംസ്ഥാനങ്ങളിൽ UAE വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങളുടെ സുരക്ഷയും അമേരിക്കയുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ UAE തകരുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ UAEയുടെ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ദുബായിലേക്ക് വരാൻ ഭയപ്പെടുന്നു. ഈ സാഹചര്യം തുടർന്നാൽ നഗരത്തിലെ വിമാനത്താവളങ്ങളും ഹോട്ടലുകളും വിച്ഛിന്നമാകും. സാമ്പത്തികമായി വലിയൊരു സ്തംഭനത്തിലേക്കാണ് ഇത് കാര്യങ്ങളെ എത്തിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ UAEക്ക് അത്യാവശ്യമാണ്. ട്രംപിന്റെ വാഗ്ദാനം ഗൾഫ് മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ ഡോളറിനെ ആശ്രയിച്ച് ദിർഹത്തെ രക്ഷിക്കാനുള്ള നീക്കം ഇറാന് നൽകുന്നത് ശക്തമായ മറുപടിയാണ്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താൻ ശ്രമിക്കുന്ന ട്രംപ് മറുവശത്ത് തങ്ങളുടെ സഖ്യകക്ഷികളെ സാമ്പത്തികമായി കരുത്തുറ്റതാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു തരം സാമ്പത്തിക യുദ്ധതന്ത്രമാണ്. UAE നേരിടുന്ന ഈ പ്രതിസന്ധി പ്രവാസി മലയാളികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് UAEയിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ദിർഹത്തിന്റെ മൂല്യത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇവരുടെ വരുമാനത്തെയും നാട്ടിലേക്കുള്ള പണമയക്കലിനെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇടപെടലിലൂടെ വിപണി ശാന്തമാക്കുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ സൈനിക ലക്ഷ്യങ്ങളെക്കാൾ ഉപരിയായി സാമ്പത്തിക ലക്ഷ്യങ്ങളെയാണ് ഉന്നം വെച്ചത്. UAEയുടെ വികസന കുതിപ്പിന് തടയിടുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. എന്നാൽ അമേരിക്കയുടെ പെട്ടെന്നുള്ള ഇടപെടൽ ഇറാന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചു. ട്രംപിന്റെ ഡോളർ നയതന്ത്രം ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കാൻ സഹായിക്കും. ഈ $1 ട്രില്യൺ സഖ്യം ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക കരുത്തുകൊണ്ടും കൂടിയാണ് യുദ്ധങ്ങൾ ജയിക്കുന്നത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക സഹായം UAEക്ക് ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. ദുബായിലെ വ്യാപാര കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാക്കണമെങ്കിൽ യുദ്ധഭീതി ഒഴിയണം. ട്രംപിന്റെ ഉറപ്പുകൾ വിപണിയിൽ ഒരു പരിധിവരെ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. എങ്കിലും 1400 മിസൈലുകൾ വരുത്തിവെച്ച മുറിവുകൾ അത്ര വേഗം ഉണങ്ങില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് തകർന്ന വിശ്വാസം വീണ്ടെടുക്കുക എന്നത്. അമേരിക്കൻ സൈന്യം മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ UAEക്ക് കൂടുതൽ ആവശ്യമെന്ന് ഭരണാധികാരികൾ കരുതുന്നു. പണമില്ലാതെ സൈനിക നീക്കങ്ങൾ തുടരുക അസാധ്യമാണ്. ട്രംപിന്റെ ഓഫർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. ഒക്ലഹോമയിലെ നിക്ഷേപങ്ങൾ പോലെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ UAEക്കുള്ള ആസ്തികൾ ഈ സഖ്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം സാമ്പത്തികമായി ഇത്രത്തോളം ഇഴചേർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ വീഴ്ച മറ്റൊരാളെയും ബാധിക്കും. ഈ പരസ്പര ആശ്രിതത്വമാണ് ട്രംപിനെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ആഗോള ഊർജ്ജ വിപണിയിലും UAEയുടെ സുസ്ഥിരത നിർണായകമാണ്. എണ്ണ ഉൽപാദനത്തിലും വിതരണത്തിലും UAE വഹിക്കുന്ന പങ്ക് വലുതാണ്.
യുദ്ധം കാരണം എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകും. അതിനാൽ UAE സംരക്ഷിക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളുടെ മൊത്തം ആവശ്യമായി മാറുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ UAEക്ക് കൂടുതൽ കരുത്തു നൽകുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ നിലപാടും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയും മറ്റ് അയൽ രാജ്യങ്ങളും UAEക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലാണ് വിപണിയെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. ട്രംപിന്റെ ബിഗ് ബ്രദർ ഇമേജ് ഗൾഫ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുന്നു. തന്റെ സഖ്യകക്ഷികളെ ഏതവസരത്തിലും സഹായിക്കാൻ താൻ തയ്യാറാണെന്ന സന്ദേശം അദ്ദേഹം നൽകി. ഇത് വരാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. UAEയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻതോതിൽ പണം നിക്ഷേപിച്ചവർ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. വമ്പൻ കെട്ടിടങ്ങളുടെയും മാളുകളുടെയും മൂല്യമിടിയുന്നത് അവരെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ അമേരിക്കൻ സഹായത്തോടെ സാമ്പത്തിക രംഗം പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. യുദ്ധം എപ്പോഴും വികസനത്തിന്റെ ശത്രുവാണ്. UAE കഴിഞ്ഞ 5 പതിറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത വികസന മാതൃകയാണ് ഇറാന്റെ ആക്രമണത്തിൽ വെല്ലുവിളി നേരിടുന്നത്. ആധുനികതയും സുരക്ഷയുമാണ് ദുബായിലേക്ക് ആളുകളെ ആകർഷിച്ചത്. ഈ 2 ഘടകങ്ങളും സംരക്ഷിക്കുക എന്നത് ഇപ്പോൾ വലിയൊരു ദൗത്യമാണ്. കറൻസി സ്വാപ്പ് കരാറുകൾ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. UAEക്ക് ആവശ്യമായ ഡോളർ ലഭ്യമാക്കുന്നതിലൂടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധിക്കും. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഇറാന്റെ ലക്ഷ്യം UAEയെ സാമ്പത്തികമായി തകർക്കുക എന്നതായിരുന്നു. പക്ഷെ ട്രംപിന്റെ ഇടപെടൽ ആ നീക്കത്തെ ദുർബലപ്പെടുത്തി. യുദ്ധക്കളത്തിലെ പോരാട്ടത്തോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഭാവിയിലും ഇത്തരം പ്രതിസന്ധികൾ നേരിടാൻ UAE തങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം. മറ്റ് വിപണികളിലേക്ക് നിക്ഷേപം വൈവിധ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകും. എങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം എന്നും അവരുടെ സുരക്ഷയുടെ ആധാരശിലയായി തുടരും. വിപണികളിലെ അസ്ഥിരത മായ്ച്ചു കളയാൻ സമയമെടുക്കും. എന്നാൽ അമേരിക്ക നൽകുന്ന ഡോളർ പിന്തുണ UAEയുടെ സെൻട്രൽ ബാങ്കിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ദിർഹത്തിന്റെ മൂല്യം പിടിച്ചു നിർത്താൻ അവർക്കിപ്പോൾ കൂടുതൽ കരുത്തുണ്ട്. UAE ഭരണകൂടം ഈ അവസരത്തിൽ വളരെ സംയമനത്തോടെയാണ് പെരുമാറുന്നത്. പ്രകോപനങ്ങൾക്ക് സൈനികമായി മറുപടി നൽകുമ്പോഴും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അവർ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നു. പശ്ചിമേഷ്യയിലെ ഈ നിഴൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നിലപാട് മാറ്റം ഉണ്ടാവണം. അതുവരെ സഖ്യകക്ഷികൾ ഒത്തൊരുമിച്ച് നിൽക്കാനാണ് തീരുമാനം. ട്രംപിന്റെ ഡോളർ സഹായം ഈ ഐക്യത്തിന്റെ പ്രതീകമാണ്. എത്ര വലിയ സമ്പന്ന രാജ്യമാണെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സഹായമാണ് ആവശ്യം. UAEയും അമേരിക്കയും തമ്മിലുള്ള ഈ $1 ട്രില്യൺ സഖ്യം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണ്. ദുബായ് വീണ്ടും ലോകത്തിന്റെ സുരക്ഷിത താവളമായി മാറുമെന്നും ഏഷ്യയിലെ മാൻഹാട്ടൻ അതിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ട്രംപിന്റെ ആ ഇടപെടൽ പ്രത്യാശയ്ക്ക് ചിറക് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ കനലുകൾക്കിടയിലും സാമ്പത്തിക ഭദ്രതയുടെ പുതിയൊരധ്യായം അവിടെ രചിക്കപ്പെടുകയാണ്. ഈ ചാരയുദ്ധത്തിൽ ആയുധങ്ങളെക്കാൾ വലിയ സ്വാധീനം ചെലുത്തുന്നത് ഡോളറുകളാണെന്ന് കാലം തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ വിപണിയിലെ മാറ്റങ്ങൾ ഈ നീക്കത്തിന്റെ വിജയം വെളിപ്പെടുത്തും. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായുള്ള പോരാട്ടങ്ങൾ ഈ സാമ്പത്തിക പ്രതിരോധം ഒരു നിർണായക ഘടകമായിരിക്കും. UAEയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിലൂടെ ഒരു പുതിയ ആഗോള സമവാക്യം രൂപപ്പെടുകയാണ്. ഇതിലൂടെ ഇറാന്റെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ അവർക്ക് സാധിക്കും. വികസനത്തിന്റെ തിളക്കം വീണ്ടെടുക്കാൻ ദുബായ് തയ്യാറെടുക്കുമ്പോൾ ലോകം അതിനെ കൈനീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ട്രംപിന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു മാസ്റ്റർ സ്ട്രോക്കായി കാണുന്നു. ഒരു സഖ്യത്തിന്റെ കരുത്ത് അതിന്റെ സാമ്പത്തിക ഭദ്രതയിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. UAE എന്ന അത്ഭുതം വീണ്ടും ലോകത്തിന് മുൻപിൽ ഉദിച്ചുയരുമെന്നതിൽ തർക്കമില്ല. ഓരോ പ്രതിസന്ധിയും പുതിയ അവസരങ്ങൾ കൂടിയാണ് തുറന്നു തരുന്നത്.